ഇന്ന് നമുക്ക് കോഴിമുട്ട കൊണ്ട് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്താലോ? ഇത് അത്ര സക്സസ്ഫുൾ ആയ ഒരു ക്രാഫ്റ്റ് അല്ല, എന്നാൽ ഇതിന്റെ അവസാനം ഇതിനെ മാക്സിമം സക്സസ്ഫുൾ ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കോഴിമുട്ട എടുത്ത് അത് നല്ലോണം ക്ലീൻ ആക്കി ഡ്രൈ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു ഫേസ് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ വളരെ സൂക്ഷിച്ച് അതിന്റെ മുകൾ ഭാഗം മാത്രം പൊട്ടിച്ചെടുത്തോണ്ട് വന്ന ഒരു കോഴിമുട്ടയാണ്. ഇപ്പം വേറൊരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് നൈസായിട്ട് അവനാണ് ഇന്നത്തെ ഹീറോ. സംഭവം എന്താന്ന് വഴിയെ പറ. അങ്ങനെ ഇതിനൊരു തൊപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു കളർ പേപ്പർ എടുത്ത് ഹാഫ് സർക്കിളിൽ കട്ട് ചെയ്ത് അത് റോൾ ചെയ്ത് ഒരു ക്യാപ്പിന് ഇതിനെ അനങ്ങുംപാവയാക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അങ്ങനെ എങ്ങനെയും പിച്ചി ചീന്തി ഇതിനകത്ത് നിറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ ഇത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. കണ്ടില്ലേ തട്ടുമ്പോൾ കറക്റ്റ് ആടണത്? ശരിക്കും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. പക്ഷെ പിന്നെന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പല സൈഡിൽ നിന്ന് തട്ടുന്നു, തൊപ്പി വെക്കുന്നു, അതും പോരാഞ്ഞ് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് പേൾസ് എടുക്കുന്നു, ഒട്ടിക്കുന്നു, അങ്ങനെ എന്തൊക്കെ ചെയ്തു. അവസാനം പാവ താഴെ വെച്ചപ്പോൾ ഇതിങ്ങനൊരു കെടുപ്പാ. നല്ല രീതിയിൽ ഇതിനെ ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം തൊപ്പി ഊരാണ്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പറഞ്ഞിട്ടെന്താ, അതവിടെ ഓൾറെഡി നല്ലോണം ഒട്ടിയിരുന്നു. കൂടുതൽ ബലം പിടിച്ച മൊത്തത്തിൽ കൊള്ളാവെന്ന് അറിയണോണ്ട് നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കോഴിമുട്ട, അവൻ ഇങ്ങോട്ട് എടുത്തു. ആവുന്ന 1% പോലും ഉറപ്പില്ലാത്തതുകൊണ്ട് കൂടുതൽ അലങ്കരിക്കാൻ നിന്നില്ല. സെയിം പ്രോസസ്, ടിഷ്യൂ പേപ്പർ നിറയ്ക്കുക, വെള്ളം ഒഴിക്കുക. പക്ഷെ ലുക്കിലല്ല പ്രവൃത്തിയിലല്ലേ കാര്യം എന്ന് പറയുന്ന പോലെ ആള് വൻ സക്സസ്ഫുൾ ആയിട്ടോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാനിരുന്ന ഞാൻ അവസാനം 2 എണ്ണം ഉണ്ടാക്കി. ഇനി ഇത് ഏത് സൈഡിൽ നിന്ന് തട്ടിയാൽ ഇത് വർക്കാവോ എന്നുള്ള എൻ്റെ ക്യൂരിയോസിറ്റിക്ക് പുറത്ത് ഇതിന് അവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് തട്ടണമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.